പ്രൈസ് ലോർഡ്. ബൈബിൾ വചനങ്ങളിലൂടെ യഥാർത്ഥ ഉപവാസത്തെപ്പറ്റി കാണിച്ചിരിക്കുകയാണ്. എന്നതുപോലെ തന്നെ നാസീർ വ്രതം ഏശയ്യായുടെ പുസ്തകത്തിലെ യഥാർത്ഥ ഉപവാസം കാണിച്ചിരുന്നു. സംഖ്യയുടെ പുസ്തകത്തിലെ നാസീർ വ്രതം കാണിച്ചിരുന്നു. യഥാർത്ഥ ഉപവാസം നമ്മുടെ ശരീരത്തെ ഒരു ദിവസം എളിമപ്പെടുത്തുന്ന ആ ഒരു ഉപവാസമല്ല. നമ്മൾ പലരും ഉപവസിക്കാറുണ്ട്, ആഴ്ചയിലൊരിക്കൽ അല്ലെങ്കിൽ മാസത്തിലൊരിക്കൽ. അത് നല്ലതാണ്. നമ്മുടെ ശാരീരികമായിട്ട് നമ്മുടെ ഉദരരോഗത്തെ അത് നല്ലതാണ്. ഡോക്ടേഴ്സൊക്കെ പറയാറുണ്ട് ഒരു ദിവസം ഉപവസിക്കുന്നത് ദഹനത്തിനൊക്കെ നല്ലതാണ്. എന്നിരുന്നാൽ യഥാർത്ഥ ഉപവാസം എന്ന് പറയുന്നത് വിശക്കുന്നവനുമായി ഭക്ഷണം പങ്കുവെക്കുകയും ഭവനരഹിതനെ വീട്ടിൽ സ്വീകരിക്കുകയും നഗ്നനെ ഉടുപ്പിക്കുകയും സ്വന്തക്കാരിൽ നിന്നും ഒഴിഞ്ഞു മാറാതിരിക്കുകയും ചെയ്യുന്നതാണ് യഥാർത്ഥ ഉപവാസം. നമ്മൾ പലപ്പോഴും ഇതിൽ നിന്നൊക്കെ വ്യതിചലിച്ചാണ് സഞ്ചരിക്കുന്നത്. അതിൽ നിന്ന് നമ്മൾ വിട്ട് ആ ഒരു യഥാർത്ഥ ഉപവാസത്തിലേക്ക് നമ്മൾ കിടക്കണം. കാരണം ഈ നൊയമ്പ് കാലത്ത് 50 നോമ്പ് 30 നോമ്പ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് 6 മണി തുടങ്ങി 6 മണി വരെയൊക്കെ വ്രതം എടുക്കാറുണ്ട്. അതിനുശേഷം നമ്മൾ പുഷ്ടിയായിട്ട് ഭക്ഷണം കഴിക്കുന്നു, ലാവിഷായിട്ട്. അതുപോലെ തന്നെ വെളുപ്പിന് പുഷ്ടി, അങ്ങനെയൊക്കെ ചെയ്യാറുണ്ട് ആൾക്കാർ. പക്ഷെ അതല്ല ഉപവാസം. പിന്നെ അത് അങ്ങനെ ചെയ്തിട്ട് ആ ഫണ്ട് നമ്മൾ പാപങ്ങൾക്ക് സഹായിക്കുകയാണെങ്കിൽ അത് നല്ലത്, ഓക്കെ. ഇത് നമ്മൾ അതിനുശേഷം ഭക്ഷണം ലാവിഷായിട്ട് കഴിക്കുന്നു. അപ്പം ആ ഉപവാസമല്ല ശരിക്കും. അതങ്ങനെ അങ്ങനെ ചെയ്യാറുണ്ട്. പല ആൾക്കാരും പല രീതിയിൽ ചെയ്യും. ചില ആൾക്കാർ പൂർണ്ണമായിട്ടും ഉപവസിക്കാറുണ്ട്, എന്നിട്ട് ആ ഫണ്ട് പാവങ്ങൾക്ക് കൊടുക്കാറുണ്ട്, ഓക്കെ. അതുകൂടാതെ ഇപ്പോൾ പറയുന്ന വചനമാണ് യേശയ്യായുടെ പുസ്തകത്തിൽ കാണിച്ചിരുന്നത്. ഭവനരഹിതരെ വീട്ടിൽ സ്വീകരിക്കുകയും വിശക്കുന്നവനുമായി ആഹാരം പങ്കുവയ്ക്കുകയും വിലപിക്കുന്നവനെ ആശ്വസിപ്പിക്കുകയും അങ്ങനെയൊക്കെ ചെയ്യുന്നവനെ, അതാണ് യഥാർത്ഥ ഉപവാസം. അവരുടെ പ്രാർത്ഥന മേഘച്ചുരുളുകൾ നൊത്തി ദൈവസന്നിധിയിലെത്തുന്നു പറയുന്നു. വറ്റാത്ത നീരുറവയായിരിക്കും അവരെപ്പോഴും പൂന്തോട്ടം ഇങ്ങനെ പുഷ്പിച്ചിരിക്കും. അതായത് അവിടെ ഒരിക്കലും നനവില്ലാത്തൊരവസ്ഥയില്ല. അങ്ങനെയായിരിക്കും അവൻ്റെ പ്രാർത്ഥനയും അവൻ്റെ ജീവിതവും. എന്നതുപോലെ നാസീർ വ്രതത്തിൽ പറയുകയാണ്, നാസീർ വ്രതം